ഹായ് ഹലോ. അപ്പം ഇന്ന് എൻ്റെ ഒരു 200ഓളം എൻ്റെ ഫ്രണ്ട്സ് ഒരാള് എൻ്റെ അടുത്ത് ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ കമൻറ്റ് ഇട്ടു എൻ്റെ സ്കിൻ റുട്ടീൻ എന്താണ്, എൻ്റെ സ്കിൻ ടൈപ്പ് എന്താണെന്നൊക്കെ. അപ്പം ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, ഞാൻ സ്കിൻ കെയർ ചെയ്താലും മൈ സ്കിൻ ഡസൻ കെയർ, സോ എനിക്കൊന്നും സ്കിൻ റുട്ടീൻ ഇല്ല എന്ന്. പക്ഷേ സ്കിൻ കെയർ റുട്ടീൻ കേട്ടോ. പക്ഷേ ആ കുട്ടി വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുന്നു, കമൻറ്റ് ഇടുന്നു. സോ അതുകൊണ്ട് ഞാൻ അന്നേരം വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്യാം. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല. എൻ്റെ കയ്യിൽ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം കേട്ടോ. അപ്പം ഇത് എല്ലാം മെയിൻലി ഫോർ ബിഗിനേഴ്സ്, സ്റ്റുഡൻസ്. ഒത്തിരി പൈസ, ഒരു 200 രൂപയ്ക്ക് താഴെയുള്ള സാധനങ്ങളെ എൻ്റെ കയ്യിലുള്ളൂ. കാരണം ഞാൻ നിങ്ങളുടെ കൂട്ടാണല്ലോ. അപ്പം നമുക്ക് വീട്ടിലിരുന്ന് പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി മേടിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതേ എൻ്റെ കയ്യിലുള്ളൂ കാണിക്കാൻ. അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ളവരും, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് എന്തൊക്കെ ഇപ്പം നിങ്ങൾ 10,000 രൂപയുടെ സാധനങ്ങൾ മുഖത്തിട്ടെന്ന് പറഞ്ഞാലും സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇടുന്നത് വെറുതെയാണ്. ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുന്നതിൻ്റെ കൂട്ടാവും നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ഒന്നും അറിയാതെ പോയി ഒന്നും മേടിക്കരുത്. നമ്മളിപ്പം ഞാൻ കുറേ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റിവ്യൂസ് കണ്ടിട്ട് കുറേ സാധനങ്ങൾ മേടിച്ച് ചമ്മിപ്പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എനിക്ക് അങ്ങനെ ഒത്തിരി പൈസ ഒന്നും എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് കുറേയൊക്കെ ചമ്മിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സൺസ്ക്രീൻ മേടിക്കുമ്പം ഈ ഡോക്ടർ ഷീറ്റിൽ 450 രൂപ കണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3-4 ട്യൂബ് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഹൽദിയുടെയും വേറൊരെണ്ണം കൂടെ വൈറ്റമിൻ സിൻ്റെയോ ഹൈലറോണിക് ആസിഡ്, അതിൻ്റെ എന്തോ 2 ടൈപ്പ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വൈറ്റ് കാസ്റ്റ് ഉണ്ട് നല്ല രീതിക്ക്. രണ്ടാമത്തത് എൻ്റെ സ്കിൻ ഗ്രേ ആയിട്ട് തുടങ്ങി. എന്നാലും നമ്മൾക്കൊരു വിചാരമുണ്ട്, കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ സാധനം അടിപൊളിയായിരിക്കും, കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ കൊള്ളില്ല. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഒന്നും ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അമ്മയെടുത്തൊക്കെ ഞാൻ 450 രൂപയുടെ സൺസ്ക്രീൻ മേടിക്കാൻ പറഞ്ഞാൽ അമ്മ മേടിക്കത്തില്ല, ഒരിക്കലും മേടിക്കത്തില്ല ഒബ്വിയസ്ലി. കാരണം അവർ വിചാരിക്കും എന്തിനാ ഇത്ര രൂപ പൈസ ചിലവാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ആലീസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അത് SPF 50 ആണ്, PA+++ ഒക്കെയാണ്. അതിന് വിലക്കുറവാട്ടോ, നല്ല വിലക്കുറവാണ്. പക്ഷേ സാധനം അടിപൊളിയാണ്. നമ്മൾ ഈ വില കൂടിയ സാധനം മേടിച്ചുള്ള ഒറ്റ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ പിശുക്കി ഉപയോഗിക്കുള്ളൂ. ഇത് പെട്ടെന്ന് തീർന്നു. പക്ഷെ സൺസ്ക്രീനൊക്കെ പിശുക്കി ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, ഇടാത്തത് തന്നെ ഭേദം. ഇങ്ങനെ സ്കിൻ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഈ വില കൂടുതൽ ഒന്നും നിങ്ങൾ ഇല്ലാത്ത നിങ്ങളുടെ നിക്കറ് കീറും. ഞാൻ പറയും, എൻ്റെ കീറിയോണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ നിക്കറ് കീറും എന്ന് പറഞ്ഞ് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞതൊന്നും മേടിക്കരുതെന്നല്ല. അത്യാവശ്യം ഒരു ആവറേജ് നിങ്ങളുടെ പൈസയ്ക്ക് ഒത്തത് മാത്രം മേടിക്കാൻ ശ്രമിക്കുക. ഇനി കുഴപ്പമില്ലെങ്കിൽ ഒരു എക്കോളജിക്കയുടെ ഒക്കെ ഉണ്ട് 300 രൂപയ്ക്ക്, അതൊക്കെ നൈസ് സാധനമാണ്. അപ്പം അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കുക. ഇത് എൻ്റെ ഡാഡി കൂൾ കൊണ്ടുവന്നതാണ്. വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പൈസ കൊടുത്ത് മേടിച്ചില്ലേ, ഉപയോഗിക്കാണ്ട് കളയാൻ പറ്റത്തില്ല. 50+ ആണ്, PA+++ ഒക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ സാധനമാണ് ഫേസ് വാഷ്. രാവിലെയും വൈകിട്ടും ആണ് ഫേസ് വാഷ് ഇട്ടിട്ട് കിടക്കേണ്ടത്. കാരണം ഇപ്പം രാവിലെ സ്കിപ്പ് ചെയ്താലും രാത്രിയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഈ കോളേജിലും അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ മുഖത്ത് നല്ല രീതിക്ക് പൊടി, ടാന് കാര്യങ്ങളൊക്കെ കാണും. അപ്പം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മാത്രം കിടക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസം ഇതുപോലെ കുരിപ്പിച്ചിരിക്കും. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒന്നും ഈ സാധനം ഉപയോഗിക്കാനൊക്കെ ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ അങ്ങനെ മറക്കരുത്. അപ്പം ഇത് എത്തിഗ്ലോൻ്റെ ഒരു ഫേസ് വാഷ് ആട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് വാഷ് ഏതിട്ട് കഴിഞ്ഞാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പം അത് പ്രത്യേകം മറക്കരുത്. ഇതിന് 200 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ. അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മാത്രം ഞാൻ വീണ്ടും പറയുക. വെറുതെ ഇല്ലാത്ത പൈസ മുടക്കി ഓരോന്ന് വാങ്ങിച്ച് മുഖത്ത് കുരുക്കൾ വരുത്തരുത്. പിന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പം പലരും പല രീതിക്ക് പറയും.
അപ്പം നിങ്ങൾ ശരി അത് കൊള്ളാലോ, ആ കൊച്ചു അങ്ങനെ പറഞ്ഞു, അപ്പം നമുക്ക് ചുമ്മാ മണ്ടത്തരം കാണിക്കണം. നിങ്ങൾ എന്തുവാണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആ കുട്ടീൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങൾ. അപ്പം ഫേസ് വാഷ് രാവിലെ വൈകിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം മൂന്നാമത്തെ കാര്യമാണ് മോയ്സ്ചറൈസർ. നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞു മോയ്സ്ചറൈസർ ഇടണം. കാരണം അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാൻ, അതായത് കുരുക്കൾ വരും. കാരണം ഫേസ് വാഷ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല സ്കിൻ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, വലിയുന്ന മാതിരി തോന്നും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോൺസിൻ്റെ ഈ ഒരു ബ്ലൂ കളറ് മോയ്സ്ചറൈസർ. ഇത് അത്യാവശ്യം നല്ലതാണ്. ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഈ സ്കിൻ ടൈപ്പിന് ഇത് നല്ലതാ, ഈ സ്കിൻ ടൈപ്പിന് അത് നല്ലതാ, അങ്ങനൊന്നും പറയാറിയത്തില്ല. ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അപ്പം ഞാൻ മേടിച്ച ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് ഇതും അലോവേറ ജെല്ലും. അലോവേറ ജെൽ ഇട്ടാലും എനിക്ക് സ്കിന്ന് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. പക്ഷെ ഇത് നൈസ് സാധനം കേട്ടോ. മെയിൻലി ബിഗിനേഴ്സിന്, തുടങ്ങുന്നവർക്കാണെങ്കിൽ ഒത്തിരി പൈസ കളയാനും പറ്റത്തില്ല. ഒത്തിരി പൈസ കളയാതെ തന്നെ നല്ലൊരു സാധനം, നല്ലൊരു മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് ഈ സാധനം തന്നെയാണ്. എല്ലാവരും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാത്രം നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അങ്ങനെ നാലാമത്തെ കാര്യമാണ് ഗ്ലിസറിനും റോസ് വാട്ടറും. ഇത് എൻ്റെ ഐഡിയ അല്ല കേട്ടോ, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഐഡിയ ആണ്. അവള് യൂസ് ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ കരുവാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇപ്പം ഇത്ര അളവിൽ റോസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ ഇത്ര അളവിൽ തന്നെ ഗ്ലിസറിനും എടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ദേഹത്തൊക്കെ തേക്കാം. കിടക്കുന്നതിന് മുന്നേ തേച്ചാൽ മതി. ബിഹൈൻഡ് ദ സയൻസ് എനിക്ക് അറിയില്ല, പക്ഷെ സംഭവം അടിപൊളിയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ കൈൻ്റെയോ എവിടെയെങ്കിലും ഒക്കെ പാച്ച് ടെസ്റ്റ് ചെയ്യുക. എനിക്ക് ഓക്കെ ആയിട്ടുള്ള പ്രോഡക്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവണമെന്നില്ല. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വെള്ളം. എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ അപ്പനമ്മ പറയും, നിനക്ക് അതിന് ഡയലോഗ് അടിക്കാൻ അറിയാം, പക്ഷെ വെള്ളം കുടിച്ചറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോഴാണ് പിന്നെയും വെള്ളം കുടിക്കുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാറില്ല. ഒരു എക്സ്ട്രാ ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോഴ്സായിട്ട് കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം RDT സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പം അവളുമാർ ഞങ്ങളുടെ പറഞ്ഞു തന്നൊരു സാധനമാണ് 7 മണിക്ക് ശേഷം വാട്ടർ ഇൻടേക്ക് കുറയ്ക്കുക. 7 മണിക്ക് ശേഷം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. ഒരു റീസൺ പറഞ്ഞു, പക്ഷേ ഈ ഒരു പോയിന്റ് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പം അത് ജസ്റ്റ് കുടിക്കുന്നതെന്നല്ല, കുടിക്കുന്ന അളവ് കുറയ്ക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. എന്നാലും വീഡിയോ വരുമ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.